കഥ ഭർത്താവ് ഭാഗം 81. രാവിലെ 11 മണിക്ക് ചെങ്ങന്നൂർ സബ് രജിസ്റ്റർ ഓഫീസിൽ വെച്ചു വിവാഹം രജിസ്റ്റർ ചെയ്ത ശേഷം ഗോപിനാഥന്റെ നേതൃത്വത്തിൽ വധുവരന്മാർ കയറിയ വാഹനം നേരെ മഹാദേവർ ക്ഷേത്രത്തിലേക്കാണ് പോയത്. അവിടെ നിന്നും പൂജിച്ചു വാങ്ങിയ താലി ക്ഷേത്രത്തിന് പുറത്ത് മഹാദേവന്റെ തിരുമുൻപിൽ നിന്ന് സുകുമാരൻ ശ്രീലേഖയുടെ കഴുത്തിൽ ചാർത്തി. ചന്ദ്രികയും കോമളവും അവളുടെ ഇരുവശത്തും നിൽപ്പുണ്ടായിരുന്നു. സുജിത്തും അമ്മയും അമ്പലത്തിലേക്കാണ് വന്നത്. അവർ വരുമ്പോൾ താലി ചാർത്തൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീലേഖയുടെ അടുത്തിരുന്ന സുനിതയെ നോക്കി സജിത്ത് ഗൂഢാർത്ഥത്തിൽ ഒന്ന് ചിരിച്ചു. അവൾ പെട്ടെന്ന് അത് മറ്റാരെങ്കിലും കണ്ടോ എന്ന് ഇടം കണ്ണിട്ട് നോക്കി. ശ്രീലേഖ മുഖമുയർത്തി സുകുമാരന്റെ കണ്ണുകളിലേക്ക് നോക്കി. 1000 സൂര്യചന്ദ്രന്മാർ ഒന്നിച്ചുദിച്ചുയരുന്ന തേജസ് അവന്റെ മുഖത്ത് അവൾക്ക് കാണാമായിരുന്നു. കൺകോണിൽ എങ്ങോ ഒരു നനവ് പരക്കുന്നതറിഞ്ഞപ്പോൾ ശ്രീലേഖ അവന്റെ മുഖത്തു നിന്നും നോട്ടം മാറ്റി. അതറിഞ്ഞിട്ടെന്നോണം അവൻ അവളുടെ വലതു കൈയിൽ പിടിച്ചു. ഇനി ഒരിക്കലും തന്റെ പിടിവിട്ടു പോകാത്ത വിധം ശ്രീലേഖ അവന്റെ വിരലുകളിൽ മുറുകെ പിടിച്ചു. നട അടയ്ക്കാൻ നേരമാകുന്ന മക്കളെ, നിങ്ങൾ കയറി തൊയ്തിട്ട് വരിൻ, ഗോപിനാഥൻ നിർദ്ദേശിച്ചു. ചെറിയമ്മയും അമ്മയും കൂടെ വാ, ശ്രീലേഖ അവരെ നോക്കി പറഞ്ഞു. ചെറിയമ്മയും അമ്മയും വന്നോളാം, ഇനി നിന്റെ കൂടെ വരാൻ ആളുണ്ടടി, നിങ്ങൾ പോയി തൊയ്തിട്ട് വാ മക്കളെ, ചന്ദ്രിക പറഞ്ഞു. ശ്രീലേഖ തൊട്ടടുത്ത് നിന്ന കോമളത്തിനെ നോക്കിയെങ്കിലും ചന്ദ്രിക പറഞ്ഞതാണ് ശരി, നിങ്ങൾ പോയിട്ട് വന്നോളൂ എന്ന് അവർ ശിരസ് കൊണ്ട് ആംഗ്യം കാട്ടി. സുകുമാരൻ അവളുടെ കൈ പിടിച്ചുകൊണ്ട് നാലമ്പലത്തിനുള്ളിലേക്ക് കയറി. ചന്ദ്രികയ്ക്ക് സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞുപോയി. ആരും കാണാതെ അവർ സാരിത്തുമ്പുയർത്തി മുഖം തുടയ്ക്കുന്ന വ്യാജന് കണ്ണുകൾ തുടച്ചു. അവർ വന്നു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലേക്ക് പോവുകയല്ലേ, ദിവാകരൻ ഗോപിനാഥന്റെ അടുത്ത് വന്ന് തിരക്കി. നമ്മൾ 10-12 പേരില്ലേ, ഞാൻ താഴെയുള്ള സദ്യാലയത്തിൽ നമുക്കുള്ള ആഹാരത്തിന് പറഞ്ഞിട്ടുണ്ട്, അതുകൂടി കഴിഞ്ഞ ശേഷം വീട്ടിലേക്ക് പോകാം. അതിനിടയിൽ അതും ഏർപ്പാടാക്കിയോ? ഇതെപ്പോൾ സംഭവിച്ചാ? മധുരിമ അവരുടെ അടുത്തേക്ക് വന്ന് തിരക്കി. അവളോടൊപ്പം ചേർന്ന് സുനിതയും ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞാൽ പിന്നെ സദ്യ എന്ന് പറയുന്നത് ഒരു ആചാരമല്ലടി, അതൊഴിവാക്കാൻ പറ്റുമോ? എന്നിട്ട് അച്ഛൻ പറഞ്ഞില്ലല്ലോ ഞങ്ങളോട്, നിങ്ങൾക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. തൊഴുതിറങ്ങി വന്ന ശേഷം അവർ നടന്ന് തന്നെ സദ്യാലയത്തിലേക്ക് പോയി. അമ്പല പരിസരത്ത് തന്നെയായിരുന്നു സദ്യാലയം. സുകുമാരന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരായ 2 പേരും സേനയിൽ അവനൊപ്പം ജോലി ചെയ്യുന്ന 2 ആത്മാർത്ഥ സ്നേഹിതരും വന്നിട്ടുണ്ടായിരുന്നു. അവർ എല്ലാ ചടങ്ങുകളും മൊബൈലിൽ പകർത്തിക്കൊണ്ടിരുന്നു. അവർ ചെല്ലുമ്പോഴേക്കും 15 പേർക്കുള്ള ഇല നിരത്തി കഴിഞ്ഞിരുന്നു. ഒരു സദ്യ കഴിക്കാതെ കല്യാണം പൂർത്തിയാകില്ല അല്ലേടാ, സുകുമാരന്റെ അടുത്തിരുന്ന കൂട്ടുകാരൻ അവനോട് പറഞ്ഞു. ഇന്ന് സദ്യ കഴിച്ചു എന്ന് കരുതി മറ്റന്നാൾ ഫംഗ്ഷന് വരാതെ മുങ്ങിക്കളയല്ലേ, ഡ്യൂട്ടി ഉണ്ടെങ്കിൽ നേരത്തെ അവധി പറഞ്ഞേക്കണേ നവാസേ. കൊള്ളാം, മുങ്ങാനോ ഞാനോ ആര് വന്നില്ലെങ്കിലും ഞാനുണ്ടടാ, അക്കാര്യത്തിൽ നീ പേടിക്കണ്ട, സദ്യ ആസ്വദിച്ച് കഴിക്കുന്നതിനിടയിൽ നവാസ് പറഞ്ഞു. 3 തരം പായസവും ബോളിയും ഉൾപ്പെടെയുള്ള സദ്യയായിരുന്നു അത്. തൃപ്തിയോടെ ആഹാരം കഴിച്ച ശേഷം അവരെല്ലാം പുറത്തു വന്ന് ഇന്നും നാളെയുമായിട്ട് അറിയിക്കാനുള്ളവരെയെല്ലാം അറിയിച്ചേക്കണേ ചെറിയച്ച, മറ്റന്നാൾ വൈകിട്ട് 4 മണി മുതൽ ആ ചടങ്ങ് തുടങ്ങുന്നത്. ആരെയും നേരിട്ട് പോയി വിളിക്കാനൊന്നും ഉള്ള നേരമില്ലല്ലോ, ഫോണിൽ വിളിച്ചറിയിച്ചാൽ മതി. സുകുമാരൻ ചെന്ന് ഗോപിനാഥനോട് പറഞ്ഞ ശേഷം വിവാഹ സൽക്കാര ചടങ്ങ് നടക്കുന്ന ഓഡിറ്റോറിയം ഏതെന്ന് വിശദമായി പറഞ്ഞു കൊടുത്തു. സുകുമാരന്റെ വിവാഹമാണെന്നും രജിസ്റ്റർ ഓഫീസിൽ വെച്ച് വളരെ ലളിതമായാണ് ചടങ്ങുകൾ നടക്കുകയെന്നും അറിഞ്ഞതോടെ അവന്റെ കൂട്ടുകാർക്കും സഹപ്രവർത്തകർക്കും പരാതിയായി കഴിഞ്ഞിരുന്നു. അവരുടെ പരാതിയും പരിഭവവും ഒക്കെ മാറ്റാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തിക്കളയുമെന്ന് അവനും അച്ഛനും അമ്മയും ചേർന്ന് തീരുമാനിച്ചത്. എന്നാൽ ഇനി പൊയ്ക്കോ മക്കളെ, 2 മണിക്കാ വീട്ടിൽ കയറേണ്ട സമയം. മധുരിമയോടും സുനിതയോടും സംസാരിച്ചു നിൽക്കുകയായിരുന്ന ശ്രീലേഖയുടെ അടുത്തേക്ക് ചെന്ന് കോമളം പറഞ്ഞു. ശ്രീലേഖ ഇരുവരെയും പിടിച്ചമർത്തി യാത്ര പറഞ്ഞു. അവൾ മെല്ലെ ശ്രീകുട്ടന്റെ തലയിൽ തഴുകിക്കൊണ്ട് സുനിതയെ നോക്കി. പേടിക്കേണ്ട ചേച്ചി, ഞങ്ങളെല്ലാം അവന്റെ കൂടെയില്ലേ, പിന്നെന്താ, നമ്മളൊക്കെ നോക്കുന്നതിനേക്കാൾ നന്നായല്ലേ അവൻ അവിടെ നിൽക്കുന്നത്. സുനിത അവൾക്ക് ധൈര്യം പകർന്നു. ശ്രീകുട്ടന് സങ്കടം വരുന്നുണ്ടായിരുന്നു. ശ്രീലേഖ തന്നോട് യാത്ര പറയാൻ വരികയാണെന്ന് കണ്ടപ്പോൾ ഗോപിനാഥൻ ചങ്കു പിടച്ചു. അവർക്കൊരു നല്ല ജീവിതം കണ്ടതിന്റെ സന്തോഷത്തിലായിരുന്നു ഇതുവരെയും തന്റെ മനസ്സെങ്കിൽ അവൾ യാത്ര പറയാൻ വരുന്നത് കണ്ടപ്പോൾ അയാൾക്ക് ശരീരം വിറച്ചു. അവൾ വരുന്നത് കണ്ട് പുറംതിരിഞ്ഞു നിൽക്കുകയായിരുന്നു. എല്ലാവരോടും യാത്ര പറഞ്ഞു അവൾ ചെന്ന് കാറിൽ കയറി ഇരിക്കുമ്പോൾ അവളുടെ അടുത്തേക്ക് ചെല്ലാമെന്നാണ് അയാൾ കരുതിയത്. ചെറിയച്ച, ശ്രീലേഖ അയാൾക്ക് പിന്നിൽ നിന്ന് വിളിച്ചു. അയാൾ പെട്ടെന്ന് താൻ മറ്റെന്തോ ഓർത്തും നിൽക്കുകയായിരുന്നു എന്ന മട്ടിൽ അവൾക്ക് മുൻപിലേക്ക് തിരിഞ്ഞു നിന്നു. നിങ്ങൾക്ക് ഇറങ്ങാൻ സമയമായില്ലേ, വാ മോളെ. അയാൾ അവളുടെ കൈക്ക് പിടിച്ചുകൊണ്ട് മുമ്പോട്ട് നടക്കാൻ നേരം ശ്രീലേഖ അയാളെ ബലമായി അവിടെ പിടിച്ചു നിർത്തി. എനിക്കറിയാം, സങ്കടമാ ചെറിയച്ഛന്, അത് ഞാൻ അറിയാതിരിക്കാൻ വേണ്ടിയല്ലേ അവളുടെ ഒച്ചയിടറി. സങ്കടമോ?
എന്തിന്? പോടി അവിടുന്ന്. അയാൾ അവളുടെ തോളിൽ തട്ടി. നിന്നെ ഈ വേഷത്തിൽ എത്തിച്ചതിന്റെ സന്തോഷമല്ലടി ചെറിയച്ഛന്. അയാളുടെ കണ്ണുകൾ നനവുറുന്നത് കണ്ടതോടെ ശ്രീലേഖ അയാളെ കെട്ടിപ്പിടിച്ചു. തേങ്ങലിൽ അവളുടെ ശരീരം മുലയുന്നത് കണ്ടതോടെ അയാൾ കൈകൾ കൊണ്ട് അവളെ പൊതിഞ്ഞു പിടിച്ചു. കരയല്ലേ മോളെ, നീ കരഞ്ഞാൽ ചിലപ്പോൾ ചെറിയച്ഛനും കരഞ്ഞു പോകും. അയാൾ അവളുടെ ശിരസിന് മീതെ മുഖം താഴ്ത്തി പറയുമ്പോൾ തുരുതുര അയാളുടെ കണ്ണിൽ നിന്നും നീർത്തുള്ളികൾ അടർന്ന് അവളുടെ നെറുകയിൽ വീണുകൊണ്ടിരുന്നു. ചന്ദ്രിക വന്ന് അവളെ അയാളുടെ കൈവലയത്തിൽ നിന്നും പിടിച്ചു മാറ്റി. മതി മോളെ കരഞ്ഞത്, നീ സന്തോഷത്തോടെ പോകുന്നതല്ലേടി നിന്റെ ചെറിയച്ഛന് കാണേണ്ടത്. അതിനു വേണ്ടിയല്ലേ ഞങ്ങളെല്ലാം ഇത്രയധികം കഷ്ടപ്പെട്ടത്. ചന്ദ്രിക തന്നെ തന്റെ സാരിത്തുമ്പ് കൊണ്ട് അവളുടെ കവിളിലൂടെ ഒഴുകിയ കണ്ണീർ ഉപ്പിക്കൊടുത്തു. പൊയ്ക്കോട്ടെ ചെറിയച്ഛൻ ഞാൻ. മീനീർ ഇറ്റുന്ന കണ്ണുകളോടെ അവൾ അയാളെ നോക്കി. പോയിട്ട് വരാമെന്ന് പറയും മോളെ. നിന്നെ ഇനി ഞങ്ങളെല്ലാരും മറന്നു കളയുമെന്നോർത്ത് നീ ദുഃഖിക്കുകയൊന്നും ചെയ്യരുത്. ഞങ്ങളുടെ എല്ലാം മനസ്സിൽ എന്നും നിനക്കാ മോളെ ഒന്നാം സ്ഥാനം. പോയിട്ട് വാ. അയാൾ അവളുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്ത ശേഷം അവളെ കൈപിടിച്ചുകൊണ്ട് ചെന്ന് കാറിൽ സുകുമാരന്റെ അടുത്തിരുത്തി. സുനിതയും മധുരമയും ശ്രീകുട്ടനും അവളെ സന്തോഷത്തോടെ നോക്കി നിന്നു. കാർ സ്റ്റാർട്ടായി അവരുടെ മുമ്പിൽ നിന്ന് ഓടിമറയുവോളം ശ്രീലേഖ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. അവസാനം അവരെയെല്ലാം വീട്ടിൽ എത്തിച്ച ശേഷം സജിത്തും മടങ്ങിപ്പോയി. വിവാഹ സൽക്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പോകാനായി സുകുമാരനും ശ്രീലേഖയും എല്ലാവർക്കുമുള്ള ഡ്രസ്സുകളുമായി തളിക്കലേക്ക് വരികയുണ്ടായി. ശ്രീലേഖയുടെ മുഖത്ത് ഇപ്പോൾ ദുഃഖത്തിന്റെ ലാഞ്ചന പോലും കാണാനില്ലെന്ന് ചന്ദ്രികയ്ക്ക് തോന്നി. അവളുടെ തോന്നൽ ശരിയായിരുന്നു. താനും ശ്രീലേഖ അവിടെ നിന്നും താൻ ജനിച്ചു വളർന്ന വീട്ടിൽ വന്ന ശേഷം സുനിതയെയും കൂട്ടി തൊട്ടടുത്തുള്ള വീടുകളിലെല്ലാം പോയി വിവാഹ സൽക്കാര ചടങ്ങിന്റെ ക്ഷണം നൽകി. വിജയമ്മയും ഗിരിജയമ്മയും വരാമെന്നേറ്റെങ്കിലും നേരമില്ലായ്മ പറഞ്ഞ് ഒഴിഞ്ഞു മാറിയവരും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അതവൾ കാര്യമാക്കാനേ പോയില്ല. കുറച്ചുപേരെയൊക്കെ ഫോണിൽ വിളിച്ച് അവൾ വിവരം അറിയിച്ചിരുന്നു. ഗോപിനാഥൻ ശകുന്തളയെ പെച്ചിയെ വിളിച്ചു വിവരം പറഞ്ഞപ്പോൾ പാച്ചത്തെറിയും കുറച്ച് ശാപവചസ്സുകളുമാണ് അയാൾക്ക് മറുവശത്തു നിന്നും കേൾക്കാൻ കഴിഞ്ഞത്. അതോടെ അയാൾ ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു. സൽക്കാരം നടക്കുന്നത് ചെറിയൊരു ചടങ്ങാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിലും അവിടെ ചെന്നപ്പോൾ ഗോപിനാഥൻ അമ്പരന്നുപോയി. വർണ്ണശബളമായ ഒരു വേദിയിൽ സർവാഭരണ വിഭൂഷയായി സുകുമാരൻ അരികിൽ നിൽക്കുന്നത് ശ്രീലേഖയാണെന്ന് വിശ്വസിക്കാൻ അയാൾക്ക് പ്രയാസം തോന്നി. സമ്മാനങ്ങളുമായി വരുന്ന അതിഥികളെ വധുവരന്മാർ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. ബന്ധുക്കളെയും സഹപ്രവർത്തകരെയും മേൽജീവനക്കാരെയും ഒക്കെ അവൻ ശ്രീലേഖയ്ക്ക് പരിചയപ്പെടുത്തുന്നു. അവൾ അവരെയെല്ലാം നോക്കി വിനയത്തോടെ കൈകൂപ്പുന്നു. ആ കാഴ്ച കണ്ണിമയ്ക്കാതെ കണ്ടിരുന്നപ്പോൾ അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. ഗോപിയേട്ടാ, കരയുവാണോ? അയാൾ കണ്ണു തുടയ്ക്കുന്നത് കണ്ട് ചന്ദ്രിക ചോദിച്ചു. സന്തോഷം കൊണ്ടല്ലേ? അയാൾ മുഖം തിരിച്ച് ഭാര്യയെ നോക്കി. നമ്മുടെ ജന്മത്തിൽ നമുക്ക് അങ്ങനൊരു കാഴ്ച കാണാൻ സാധിക്കുമെന്ന് കരുതിയിരുന്നതാണോ? അതിനായിരിക്കും പറയുന്നത് ദൈവം എത്ര വലിയവനാണെന്നല്ലേ? അടുത്തിരിക്കുന്നവരാരും കേൾക്കാതെ അയാൾ പറഞ്ഞു. അവൾ എത്രത്തോളം സുകുമാരനെ സ്നേഹിക്കുന്നുണ്ടെന്ന് ദൈവം പരീക്ഷിച്ചതാവും ചിലപ്പോൾ അവളെയല്ലേ ഗോപിയേട്ട? എന്നിട്ട് അവസാനം ആ ദൈവം തന്നെ അവനെ കൊണ്ടുവന്ന് അവളുടെ ഉള്ളം കയ്യിൽ വെച്ചു കൊടുത്തു. ചന്ദ്രിക ഒരു ദീർഘശ്വാസം വിട്ടു. രാത്രി 10 മണിയോളം അതിഥികൾക്കായുള്ള സൽക്കാര ചടങ്ങുകൾ നീണ്ടു നിന്നു. സജിത്തും കുടുംബവും വന്നപ്പോൾ 9 മണിയോളം ആയി. രവികൃഷ്ണനും ചെമ്പകുട്ടിയമ്മയും ഒക്കെ വധുവരന്മാർക്കൊപ്പം നിന്ന് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത ശേഷം ഗോപിനാഥിനൊപ്പമാണ് മടങ്ങിപ്പോയത്. അശാന്തിയുടെ കാർമേഘങ്ങൾ കോളൊഴിഞ്ഞ ദിനരാത്രങ്ങൾ ഒരു ചങ്ങലയിൽ നിന്ന് ഊർന്നു വീണെന്ന് വണ്ണം കടന്നു പോയിക്കൊണ്ടിരുന്നു. 8 മാസങ്ങൾക്ക് ശേഷം മെയ് മാസത്തിൽ ആദ്യത്തെ തിങ്കളാഴ്ച. ഇന്നാണ് സുനിതയ്ക്കും മധുരമയ്ക്കും എൻട്രൻസ് എക്സാം നടക്കുന്നത്. അവർക്ക് കോട്ടയത്താണ് സെന്റർ കിട്ടിയിട്ടുള്ളത്. സജിത്ത് രാവിലെ കാറുമായി വന്ന് ഗോപിനാഥനെയും സുനിതയെയും മധുരമയെയും കൂട്ടിക്കൊണ്ട് കോട്ടയത്തിന് പോന്നു. കാറിൽ ഇരുന്ന് സുനിത ശ്രീലേഖയെ വിളിച്ചു. ചേച്ചി വരുന്നില്ലെന്ന് ചോദിച്ചപ്പോൾ, നീ എക്സാം കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ ഉറപ്പായി ഞാൻ അവിടെ ഉണ്ടാവും മോളെ എന്നാണ് ശ്രീലേഖ മറുപടി പറഞ്ഞത്. ഇന്നലെ ഞാൻ അവളെ വിളിച്ചപ്പോൾ അവൾക്ക് വല്ലാത്ത തലവേദന എന്നാ മോളെ പറഞ്ഞിരുന്നത്. വെറുതെ ഇങ്ങോട്ട് വരാൻ നീ അവളെ വിളിക്കണ്ടായിരുന്നു. തലവേദന ഇന്നലെ അല്ലായിരുന്നു. അതൊക്കെ മാറിക്കാണും ചെറിയച്ഛ. ചെറിയച്ഛൻ നോക്കിക്കോ, ചേച്ചി വരും, ആത്മവിശ്വാസത്തോടെ സുനിത പറഞ്ഞു. സുനിതയും മധുരമയും എക്സാം ഹാളിലേക്ക് പോയപ്പോൾ 3 മണിക്കൂർ സമയം അവർ പുറത്തു കാത്തിരുന്നു. 3 മണിക്കൂറിന് ശേഷം സുനിതയും മധുരമയും തങ്ങൾ എഴുതിയതൊക്കെ എത്രമാത്രം ശരിയാണെന്ന് ചർച്ച ചെയ്തുകൊണ്ട് പുറത്തേക്ക് വന്നു. കടന്നുകൂടിയാൽ ഭാഗ്യം എന്ന് പറയാം അച്ഛാ, ഗോപിനാഥൻ എന്തെങ്കിലും ചോദിക്കും മുമ്പേ മധുരിമ പറഞ്ഞു. ആ പാസ്റ്റ് ഇപ്പോൾ ഇങ്ങനെയായോ? അമ്മയുടെ മുമ്പിൽ ചെന്ന് നീ ഇങ്ങനെയൊന്നും പറഞ്ഞേക്കല്ലേ മോളെ. ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ പഠിച്ചിട്ട് പോയ ഒറ്റ ക്വസ്റ്റ്യൻ ഞാൻ കണ്ടില്ല, പിന്നെ എങ്ങനെ ആൻസർ ചെയ്തു?
ഗോപിനാഥൻ സുനിതയെ നോക്കിയപ്പോൾ വെറുതെയാണെന്ന അർത്ഥത്തിൽ അവൾ അയാളെ കണ്ണടച്ചു കാണിച്ചു. ചേച്ചി വന്നില്ല ചെറിയച്ഛ, ഞാൻ ഇറങ്ങി വരുമ്പോഴേക്കും ഇവിടെ ഉണ്ടാവുമെന്ന് ഉറപ്പ് പറഞ്ഞതാണല്ലോ. അവൾക്ക് സുഖമില്ലാന്ന് അയാൾ എങ്ങും തൊടാതെ പറഞ്ഞു. സുഖമില്ലേ? എന്ത് പറ്റി ചേച്ചിക്ക്? അവൾ ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണ് മോളെ. ഹോസ്പിറ്റലിലോ? അത്രയ്ക്കും എന്താ ചെറിയച്ഛ ചേച്ചിക്ക് അസുഖം? നമുക്ക് അങ്ങോട്ടൊന്ന് പോകാം ചെറിയച്ഛ. പോകാം, നീ ധൃതി കൂട്ടാതെ മോളെ. അവരിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ വന്നിട്ടുണ്ടാവില്ല. എങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. അവൾ ശ്രീലേഖയുടെ മൊബൈലിലേക്ക് വിളിച്ചു നോക്കിയിട്ട് നിരാശയോടെ ഫോൺ ഓഫ് ചെയ്തു. ചന്ദ്രയെ വിളിച്ചു നോക്കുമോളെ, അവൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. സുനിത ചന്ദ്രികയുടെ മൊബൈലിലേക്ക് വിളിച്ചപ്പോൾ തങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന മറുപടിയാണ് ലഭിച്ചത്. അവളുടെ മുഖത്തെ ഭാവം കണ്ടപ്പോൾ ഗോപിനാഥിന് ചിരി വന്നു. നീ സങ്കടപ്പെടുന്നല്ല മോളെ, അവൾക്കെന്തോ വിശേഷമുണ്ടെന്ന ചന്ദ്രിക പറഞ്ഞത്. സങ്കടം പടർന്നു നിന്ന സുനിതയുടെ മുഖം പൊടുന്നതിനെ മാറി മാറി വന്ന് മുൻപിൽ അവിശ്വസനീയമായതെന്തോ കണ്ടമട്ടിൽ വിടർന്നു. നേരാണോ ചെറിയച്ഛ? അവൾ കിതച്ചുപോയി. നമുക്ക് അതുവഴി ഒന്ന് പോയാലോ ചെറിയച്ഛ? എനിക്ക് ചേച്ചി ഒന്ന് കാണാൻ തിടുക്കമാകും. പോകാമടി, വാ. നീ വന്ന് വണ്ടിയിൽ കയറിക്കോ. ആദ്യം നമുക്കെന്തെങ്കിലും കഴിക്കണ്ടേ? വേണ്ട, അതൊക്കെ പിന്നെ നമുക്ക് അവിടെ ചെന്നാലും കഴിക്കാമല്ലോ ചെറിയച്ഛ, പ്ലീസ്, അവൾ കെഞ്ചി. ഈ പെണ്ണിന്റെ ഒരു കാര്യം നിന്നോട് ആ വിവരം പറഞ്ഞ് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. അവർ കാറിൽ കയറി ചെങ്ങന്നൂരിലേക്ക് തിരിച്ചു പോന്നു. ചെങ്ങന്നൂർ എത്തിയപ്പോൾ ടൗണിൽ കാർ നിർത്തിച്ചു ഗോപിനാഥൻ കുറേയധികം ഫ്രൂട്ട്സ് വാങ്ങിച്ചതിനൊപ്പം കുറേയധികം ബേക്കറി പലഹാരങ്ങളും വാങ്ങി കാറിൽ വെച്ചു. നെടുമ്പരക്കൽ വീടിന്റെ മുറ്റത്ത് സുകുമാരൻ പുതുതായി വാങ്ങിയ കാറിന് പിന്നിൽ സജിത്ത് കാർ കൊണ്ടുവന്ന് നിർത്തുമ്പോഴേക്കും ശ്രീലേഖ മെല്ലെ നടന്നു സിറ്റൗട്ടിൽ വന്നു. അവൾക്ക് തന്റെ റൂമിലിരുന്നാൽ അവിടെ വാഹനം വന്ന് നിൽക്കുന്നത് കാണാമായിരുന്നു. കാറിൽ നിന്നും സുനിത ചാടി പുറത്തിറങ്ങി. അവൾ ഓടി ശ്രീലേഖയുടെ മുമ്പിൽ വന്നു നിന്ന് അവളെ അടിമുടി നോക്കി. എന്താടി നീ ഇങ്ങനെ ആദ്യമായി കാണും പോലെ നോക്കുന്നത്? ശ്രീലേഖ ചോദിച്ചു. ദൈവമേ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവൾ വലത് കൈ ഉയർത്തി വിരൽത്തുമ്പുകൾ ചുണ്ടിൽ തൊട്ടു. പിന്നെ അവൾ ശ്രീലേഖയുടെ മുൻപിൽ മുട്ടുകുത്തി നിലത്തിന് ശേഷം മുഖം അവളുടെ വയറിനോട് ചേർത്ത് വെച്ചു. എന്തെങ്കിലും ശബ്ദമായിട്ടുള്ളത് കേൾക്കുന്നുണ്ടോ എന്ന് ചെവി കൊണ്ട് വട്ടം പിടിച്ചു. ഓ പെണ്ണെ, എവിടുന്ന്? ഇങ്ങനൊന്ന് നോക്കിയാൽ ഇപ്പോഴൊന്നും ഒന്നും അറിയാൻ പറ്റില്ല. ശ്രീലേഖ അവളെ മെല്ലെ പിടിച്ചെഴുപ്പിച്ചു. അവൾ അവരെയെല്ലാം കൂട്ടി അകത്തേക്ക് പോയി. ചെറിയൊരു സൽക്കാരത്തിന് ശേഷം തിരികെ പോകാൻ നേരമായപ്പോൾ മധുരിമ പറഞ്ഞു. അമ്മേ, ഞങ്ങൾ ഇന്ന് ഇവിടെയാ, ഞാൻ വീട്ടിലേക്ക് വരുന്നില്ല. ഇങ്ങനെ മറ്റു വീടുകളിൽ പോയി താമസിക്കാൻ കൊതിയുള്ള ഒരു പെണ്ണ് ഇവിടെ നിന്നോ ഒരാഴ്ച കഴിഞ്ഞു വന്നാൽ മതി രണ്ടും. താങ്ക്സ് അമ്മേ. എന്തൊരു സന്തോഷമെന്ന് നോക്ക്, ചന്ദ്രിക ഗോപിനാഥനെ നോക്കി പറഞ്ഞു. വൈകുന്നേരം സുഗു ഡ്യൂട്ടി കഴിഞ്ഞ് അതിലേ വരും. ശ്രീകുട്ടനെ കൂട്ടി അവന്റെ കൂടെ ഇങ്ങോട്ട് വിടണേ ഗോപി. എല്ലാരും കൂടി ഒന്നിച്ചു നിൽക്കുമ്പോൾ ശ്രീലേഖയ്ക്കും അതൊരു സന്തോഷമാകുമല്ലോ. അവർ യാത്ര പറഞ്ഞിറങ്ങാൻ നേരം കോമളം പറഞ്ഞു. ഓട്ടടി, വിളിക്കാൻ കേട്ടോ. സജിത്ത് വന്ന് സുനിതയോട് യാത്ര പറഞ്ഞു. സുനിത അവരെ യാത്രയാക്കാൻ കാറിനരിയിലേക്ക് ചെന്നു. കാറിൽ കയറിയ ശേഷം ഗോപിനാഥൻ വീണ്ടും കൈവീശി കാണിച്ചു. ശ്രീലേഖയെ നോക്കി നിൽക്കെ കാർ മെല്ലെ ദൂരേക്ക് ഓടിപ്പോയിക്കൊണ്ടിരുന്നു. അതൊരു പൊട്ടുപോലെ ദൂരെ മറഞ്ഞപ്പോൾ അവരെല്ലാം വീട്ടിലേക്ക് കയറിപ്പോന്നു. ഈ കഥ ഇവിടെ അവസാനിച്ചു.